ഈ വീട്ടിനുള്ളിൽ കെട്ടിയിട്ട് വളർത്താനാണോ അജയ് എന്നെ കല്യാണം കഴിച്ചത്? ഇതേ പശുവിനെ തൊഴുത്തിൽ കെട്ടിയിടുന്നത് പോലെ പെണ്ണിന് കെട്ടിയിടാനുള്ള പുരുഷന്റെ കയറല്ല ഈ താലിമാല. ഇന്ത്യ വരെ ഒരു ജയിലാണെങ്കിൽ ഇവിടെ തന്നെ വാടണോ പോകണോന്ന് എനിക്ക് ആലോചിക്കേണ്ടി വരും. നിങ്ങൾക്കും ആലോചിക്കാനുള്ള സമയമുണ്ട്. പരസ്പരം ഇഷ്ടപ്പെട്ടാണ് ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചത്. വിവാഹിതരായി കൈകോർത്തു പിടിച്ച് വീട്ടിലേക്ക് കയറിയ ആദ്യ ദിനം തന്നെ രണ്ടു തരം ലൈഫ് സ്റ്റൈലുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് തുടങ്ങി. അവൾക്കിടയിൽ എൻ്റെ സ്പേസ് എവിടെയാണെന്ന അന്നും ഇന്നും എനിക്ക് കണ്ടെത്താനാകാത്തത്. ശരി ശരി. മോനെ, അമ്മേ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? വാ, വന്ന് ഭക്ഷണം കഴിക്ക്. ഞാനും കഴിച്ചിട്ടില്ല ഇതുവരെ. അമ്മ കഴിച്ചോളൂ, എനിക്ക് നിർബന്ധമില്ല. എന്നാ എനിക്ക് നിർബന്ധമുണ്ട്. നീ അത്താഴ പട്ടിണി കിടക്കരുതെന്ന്. നീ അടുത്തുള്ളപ്പോ നീ ഭക്ഷണം കഴിക്കാതെ അമ്മ ഭക്ഷണം കഴിക്കില്ലെന്ന് നിനക്കറിയില്ലേ? എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാ. പിന്നെ എന്തിനെങ്ങനെ നിർബന്ധിക്കുന്നേ? നിനക്ക് വിശപ്പില്ലാത്തതേ ജീവിതം മരവിച്ച് പോയതുകൊണ്ടാ. കൂടെ ജീവിക്കാൻ വന്നവള് ശരിയല്ലെങ്കിൽ പുരുഷന് ഊണും ഉറക്കവും ഉണ്ടാവില്ല. മനുഷ്യന് മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കാനും മനസ്സ് മറന്നുറങ്ങാനും സമാധാനം വേണം. ഇനിയെങ്കിലും അതിനെന്താണ് പരിഹാരമെന്ന് ചിന്തിക്ക്. ദാ നോക്ക്, നീ നാളെ തന്നെ ഇന്ത്യവരത്തിലേക്ക് പോകണം. അവിടെ ചെന്ന് അളകനന്ദയുമായിട്ട് തുറന്ന് സംസാരിക്ക്. അവളുടെ അഭിപ്രായം മാത്രം കേട്ടിരുന്നാ പോരാ. നിന്റെ സ്വന്തം ജീവിതത്തെപ്പറ്റിയും നമ്മുടെ കുടുംബത്തെപ്പറ്റിയും നീ സംസാരിക്കണം. എന്നിട്ട് അവളോട് പറയേ, നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന്. അമ്മേ. അതെ, അമ്മ. നിനക്ക് അങ്ങനെ വിളിക്കാൻ ഒരാളുണ്ട്. പക്ഷേ നിന്നെ അച്ഛാന്ന് വിളിക്കാൻ ഈ ഭൂലോകത്തൊരാള് പോലുമില്ല. ഇനിയെങ്കിലും നീ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്ക്. ഞാൻ റെസ്റ്റോറന്റിൽ വെയിറ്റിംഗ് ആണ്. നീ ഉടനെ വരണം ആഹാരം കഴിക്കാൻ. വീണപ്പെണ്ണ് എവിടെയടി? അമ്മയും കാണുന്നില്ലല്ലോ. ഇന്ന് വിനേട്ടം വരുന്നു എന്നറിഞ്ഞപ്പോ മുത്തശ്ശി ദൈവത്തിന്റെ മുന്നില് സ്പെഷ്യൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുക. വീണയും കൂടെ ഉണ്ട് സഹായിക്കാൻ. ആര്, വീണയോ? അതേന്നേ, ഏത് കാര്യത്തിനും ഏട്ടനോട് വഴക്കിടുന്ന കാന്താരിയാ. ഇന്നിപ്പോ എന്തോ മനസ്സുമാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, പക്ഷെ എല്ലാവരുടെയും സന്തോഷത്തിൽ വിസ്മയം മറക്കണ്ട. അതേ എനിക്ക് പറയാനുള്ളൂ. നീ എന്താടി മോളെ പറയുന്നേ? അവളെ എവിടെ ആർക്കെങ്കിലും മറക്കാനോ മാറ്റിവെക്കാനോ പറ്റൂ? അവള് കാരണല്ലേ ഈ വീടൊരു വീടാകുന്നത്. കറക്റ്റ്. വിസ്മയ ഈ കുടുംബത്തിന്റെ വിളക്കാണെന്ന് മുത്തശ്ശി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. അവളാ വീട്ടിലെ വിളക്ക്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നലെ വരെ അവളുടെ പിന്നാലെ നടന്ന് കുറ്റം പറഞ്ഞ നിന്റെ നാവുകൊണ്ട് അതൊരിക്കൽ കൂടി ഒന്ന് പറഞ്ഞേ, കേക്കട്ടെ ഞങ്ങള്. എന്ന് പറഞ്ഞ വിമലേച്ചിക്ക് വിസ്മയെക്കുറിച്ചുള്ള അഭിപ്രായം മാറിയത് എപ്പോഴാണെന്ന് അമ്മയ്ക്കറിയില്ലേ? പിന്നെ എനിക്കറിയില്ലേ. അവളും അച്ഛനും കൂടി ഹരീന്ദ്രന്റെ വീട്ടിൽ പോയത്. പിന്നെ ഏയ്, അങ്ങനൊന്നുമില്ല. ഞാൻ എന്ത് കുറ്റം പറഞ്ഞാലും അവൾ എന്റെ അനിയത്തി അല്ലാതാവോ? ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഓ, ആയിക്കോട്ടെ. ആ മലക്കറിയെ തൊട്ട് തലോടുന്നത് മതിയാക്കിയിട്ട് ദേ രോഹിണിയുടെ കയ്യിൽ നിന്ന് അരി കഴിയത് വാങ്ങി അടുപ്പിലോട്ടിട്ടെ. ഇവളെ നേരം പുലരുന്നതിന് മുമ്പ് അടുക്കള കയറിയതല്ലേ. വിനയൻ ഇപ്പൊ എങ്ങെത്തും. ഇവള് ചെന്ന് റെഡിയാവട്ടെ. അതെ അതെ, അത് ശരിയാ.
ഏട്ടത്തിയമ്മ ഏട്ടൻ വന്ന് ഈ കോലത്തിൽ കണ്ട നമ്മൾ അടുക്കളയിലിട്ട് പണി ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കും. രോഹിണി ചെല്ല്, ബാക്കി ഞങ്ങൾ ചെയ്തോളാം. ആ ദാ. ഹലോ. ആ ഏട്ടനിപ്പ എത്തും. ആ അത് പിന്നെ നീ തപ്പിത്തടയണ്ട, അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചോ. ആരാ വിളിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഈശ്വര, അവൻ വരുന്നതോടെ ഈ വീടിന് വീണ്ടും ജീവൻ വെച്ച് തുടങ്ങി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ. എന്താ മുത്തശ്ശി എന്നെ കളിയാക്കും പോലെ ഒരു തലകുലുക്കൽ? ഓ, വെറുതെ. നിന്നെ ഈ വഴിക്ക് കാണാറില്ലായിരുന്നു. ഇന്നിപ്പോ ഈ പ്രാർത്ഥന കണ്ട് നോക്കിപ്പോയതാ. ദൈവം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി മുത്തശ്ശി. 10 രൂപയുടെ വരുമാനമില്ലാത്ത വിസ്മയിച്ചിയുടെ കയ്യിൽ ഇത്രയധികം രൂപ എവിടുന്ന് വന്നില്ലേ? ഇപ്പോഴിതാ വിനയേട്ടൻ ജയിൽ മോചിതനുമായി. എന്തൊരു മാജിക്കാണ് വിസ്മയിച്ചിനെ കൊണ്ട് ദൈവം ചെയ്യിച്ചത്. ഇനിയിപ്പോ ദൈവം എന്റെ എൻട്രൻസ് എക്സാമിലും ഒരു മഹാത്ഭുതം കാണിച്ചു തന്നാ മതിയായിരുന്നു. തരും. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും എഴുന്നേറ്റത്തിനും പ്രാർത്ഥനയേക്കാൾ വലിയൊരു മരുന്നില്ല. അതാണ് സത്യം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. കൃഷ്ണ ഗുരുവായൂരപ്പ. ആ മല്ലി, ഇല്ല എത്തിയിട്ടില്ല. ഞാൻ റെഡിയാവുന്നതേ ഉള്ളൂ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. വിനേട്ടൻ ഇപ്പൊ എത്തും. ഒന്ന് പോടി അവിടുന്ന്. ശരി. മോനെ വിനയ, സുമംഗലേ.
ദാ മോളെ. ഇതോടെ എല്ലാ ഐശ്വര്യക്കേടും ഒഴിഞ്ഞുപോയി. ഇനി കയറിക്കോ. ഞാനിപ്പോ കേറുന്നില്ല. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്കൊരാളെ കാണാനുണ്ട്. വീണേ, നീ പോയി എന്റെ ബൈക്കിന്റെ ചാവി എടുത്തോണ്ട് വാ. വിനേട്ടൻ വീട്ടിലേക്ക് കയറാതെ എങ്ങോട്ട് പോകുന്നു? നിന്നോടാ പറഞ്ഞത് അകത്ത് പോയി എന്റെ ബൈക്കിന്റെ ചാവി എടുത്തോണ്ട് വരാൻ. ആദ്യം വീട്ടിലോട്ട് കയറ്, എന്നിട്ട് മതി എവിടെയും പോകുന്നത്. അത് പറ്റില്ലമ്മേ. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇവിടുന്ന് പോലീസ് ഇറക്കിക്കൊണ്ടു പോയതിന് കാരണക്കാരനായ ഒരുത്തനുണ്ട്. തിരിച്ച് ഈ വീട്ടിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് അവന്റെ മുഖം ഒന്ന് കാണണം, ചോദിക്കണം എന്തിനാ അത് ചെയ്തതെന്ന്. മോൻ അലക്സി കാണാൻ പോവുകയാണോ? അതെ. വേണ്ട ഏട്ടാ, അയാളുടെ എല്ലാ കണക്കുകളും നമ്മൾ കൊടുത്ത് അവസാനിപ്പിച്ചതാ. ഇനി പേട്ടൻ അയാളെ കാണണ്ട. അതെ, ഇനി അയാളെ കാണാതിരിക്കുന്നതാ നല്ലത്. ഞാൻ അവനെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരും. തല്ലാനും കൊല്ലാനും ഒന്നും ഉദ്ദേശമില്ല. പക്ഷേ ചിലത് ചോദിച്ചാലേ എനിക്ക് സമാധാനം കിട്ടും. മോളെ വിസ്മയ, അവനോട് പോകണ്ടെന്ന് പറ. അതെ വിസ്മയ, നീ പറഞ്ഞാലേ വിനേട്ടൻ കേൾക്കൂ. ആര് പറഞ്ഞാലും ഏട്ടൻ നിൽക്കില്ല. പോയിട്ട് വരട്ടെ, നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്. ഇനി പേടിക്കാനായിട്ടൊന്നുമില്ല, ഒന്നും തന്നെ ഇല്ല. എന്തായി? കൈതരാൻ സമ്മതിച്ചവരെ? അടുക്കുന്നില്ലക്ക. ഞാൻ 80 പറഞ്ഞു. 95-ൽ 1 രൂപ കുറഞ്ഞുള്ള ബിസിനസ് അവർക്ക് വേണ്ടാന്ന്. എടാ, എന്നാ പിന്നെ അങ്ങ് സമ്മതിക്കാത്തെന്താ? ആ വിനയന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കാശിരിക്കല്ലേ കുറെ കയ്യില്. അതങ്ങനെ വേസ്റ്റ് ആവില്ലിക്ക. അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വായ്ക്കരിക്കും ശവമടക്കിനുള്ള ചെലവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയല്ലേ. വിനയ, ഇവിടെ വെച്ചൊന്നും വേണ്ട. നമുക്ക് കടയിലോ ഓഫീസിലോ വീട്ടിലോ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചിട്ട് നമുക്ക് വിനയ വേണ്ട. വിനയ, ഞാനാ പറയുന്നത് വേണ്ട. വിടാനാ പറഞ്ഞു. വിനയ, ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്ക് ചോദിക്കാനുണ്ടൊരു കാര്യം. അലക്സി വേണ്ട. അബദ്ധം കാണിക്കല്ലേ. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അവൻ എന്റെ നെഞ്ചിലോട്ട് ഒന്നുകൂടെ കാല് വെക്കട്ടെ. ഇന്നിവന്റെ കഥ ഞാൻ തീർക്കും. തീർക്കടാ, തീർക്ക. നീ കാണട്ടെ. ഞാൻ മാറിക. മതി. നിങ്ങൾ ഈ കളിക്കുന്ന മരണക്കളിയാ. ഒരുത്തരം ഒരു ആവേശത്തിൽ കൊന്ന ചത്തവനും കാണില്ല ജീവിതം, കൊന്നവനും കാണില്ല ജീവിതം. ചത്തവൻ മണ്ണിനടി പോവും,
കൊന്നവൻ ജയിലിലും. ഒന്ന് മനസ്സിലാക്ക. ഇവനെ കൊല്ലാനൊന്നും വന്നതല്ല ഞാൻ. കൊല്ലാനുള്ള പകയൊക്കെ എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ എനിക്ക് ഇവരെ പോലൊരു മൃഗമാവാൻ കഴിയില്ല. ഇക്ക, തടവിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറും മുമ്പ് ഇവനെ ഒന്ന് നേരിട്ട് കാണണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. കൊല്ലങ്ങളോളം കൂടെ നടന്ന ഇവന്റെ ശരിക്കുള്ള മുഖം മനസ്സിൽ സൂക്ഷിച്ചു വെക്കണ്ടേ? അതിനു വേണ്ടി മാത്രം. ദാ നോക്ക്, നിനക്കുള്ള കടവും ബാധ്യതയൊക്കെ തീർന്നു. ഇനി മേലിൽ നീ ടെക്സ്റ്റൈൽസിന്റെ പടി ചവിട്ടി പോകരുത്. ഇനി 5 കാശിന്റെ അവകാശം നിനക്ക് അവിടെ ഇല്ല. എല്ലാ ഇടപാടും തീർത്തു കഴിഞ്ഞു. തീർത്തു. പക്ഷെ നിന്റെ അനിയത്തി ഇത്രയും പെട്ടെന്ന് അത്രയധികം ലക്ഷങ്ങൾ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ഞെട്ടലിലാണ് ഞാൻ. നീ 14 ദിവസം റിമാൻഡിലായപ്പോ നിന്റെ അനിയത്തി 14 ലോകവും കറങ്ങി ഉണ്ടാക്കിയ കാശുകൊണ്ടാ നീ നിന്റെ ബാധ്യത തീർത്തത്. മനസ്സിലായോടാ നിനക്ക്? നീ നാളെ ആ ടെക്സ്റ്റൈൽസ് ഒരു ഷോപ്പിംഗ് മോൾ ആക്കുമെന്ന് എനിക്കറിയാം. നിനക്ക് കാശുണ്ടാക്കി തരാൻ നിന്റെ അനിയത്തി ഉണ്ടല്ലോ. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ സഹോദരിമാരെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. നിർത്ത്. നിന്റെ ആവേശം കൊള്ളാം. ഞാനായാലും ഇതൊക്കെ കാണിക്കുള്ളൂ. പക്ഷെ അലക്സി അത് അങ്ങനെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വിസ്മയെ പന്തിയില്ലാത്ത സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട് പലരും, ഈ ഞാൻ ഉൾപ്പെടെ. ആരുടെ വില കൂടിയ കാറില് അവളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ എന്റെ ഈ കണ്ണുകൾ കൊണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളില് അവളെ കാണുകയും പിന്നീട് ലക്ഷ്യങ്ങൾ അവളെ കയ്യിലെത്തുമ്പോ ആരായാലും സംശയിച്ചു പോവും. അതേ അലക്സിയും ചെയ്തോളൂ. വിനയ, നിങ്ങൾ തമ്മിലുള്ള വഴക്കും വക്കാണവും ഇടപാടുകളെല്ലാം തീർന്നു. അതിന് പോലീസ് തന്നെ സാക്ഷിയാണ്. പക്ഷെ നീ ആദ്യം കാണേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും ഭേദ്യം ചെയ്യേണ്ടതും അലക്സിയല്ല, നിന്റെ അനിയത്തി ആ ഡോക്ടർ കുട്ടിയാ. ഇപ്പോഴേ നീ അവളോട് ചോദിച്ചില്ലെങ്കിൽ നാളെ നീ തന്നെ ദുഃഖിക്കേണ്ടി വരും. അത് വേണം വിനയ ആദ്യം ശ്രദ്ധിക്കാൻ. ചേച്ചി, എന്തായി? അവൻ പോകാൻ റെഡിയായോ? ആള് ഭയങ്കര മൂഡൌട്ടാ. ഇന്നലത്തെ നമ്മുടെ ക്ലാസ് നന്നായി ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. അതങ്ങനെ ആയാലല്ലേ പറ്റൂ. ഇവൻ ഇന്ത്യവരത്തിലെത്തുമ്പോ അവള് ഊര് ചുറ്റിക്കറങ്ങി തിരിച്ചെത്തുമെന്നുള്ള കാര്യം ഉറപ്പാ. അതോടെ തുടങ്ങിക്കൊള്ളും തീയും പുകയും. ഇത്തവണ നമുക്കതിനെ ഒരു കാട്ടുതീയാക്കി എടുക്കണം. എന്നാലേ വിചാരിച്ച കാര്യങ്ങൾ നടക്കൂ. അല്ല, എന്തായി വിസ്മയുടെ കാര്യങ്ങള്? കാശ് കിട്ടിയതോടെ അവളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? അവള് നമ്മുടെ കാശുകൊണ്ട് അലക്സിയുടെ ബാധ്യത തീർത്ത് ഏട്ടനെ ജയിലിൽ നിറക്കി. ഇനി ഉടനെ ചേച്ചിയുടെ കല്യാണം നടത്തുമെന്നാ കേട്ടത്. ഈ കാര്യം നമ്മളും അവളും അല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല, അവളുടെ ഏട്ടൻ പോലും. ഇത് രഹസ്യമാക്കി വെക്കേണ്ടത് അവളുടെയും നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ തരുന്നതുവരെ ഇത് പുറത്തറിയാൻ പാടില്ല. നിയമത്തിന്റെ കുരുക്കു വീഴും. എന്തായാലും അവളുടെ ആവശ്യം നടന്നല്ലോ. ഇനി അവള് നമ്മുടെ കാര്യത്തിലേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാ. അമ്മ എപ്പോഴാ വരുന്നത്? കൂടിപ്പോയാ 2 ദിവസം. അപ്പോഴേക്കും നീ ഒന്ന് സെറ്റിലാവും. ചേട്ടത്തിയും ശങ്കുണ്ണിയേട്ടനും നിന്നെ കാണാൻ കാത്തിരിക്കുക. പിന്നെ ഒരു കാര്യം, നിനക്ക് വിഷമം തോന്നരുത്. ഏറ്റവും അവസാനം ഞങ്ങൾ അറിഞ്ഞത് അവള് നിനക്ക് നേരെ പെറ്റീഷൻ കൊടുക്കാൻ പോവാണെന്നാ, ഡിവോഴ്സ് കിട്ടാൻ. അല്ല, ഇതൊക്കെ അവള് നമ്മളെ പേടിപ്പിക്കാൻ പറയുന്നതാണോന്ന് അറിയില്ല.
അവൾ എന്ത് പറഞ്ഞാലും നിന്നെ ഓർത്ത് കേട്ട് നിൽക്കാനല്ലേ ഞങ്ങൾക്ക് കഴിയൂ. കുഞ്ഞില്ലാത്ത കാര്യം പറഞ്ഞ അവൾക്ക് വേണമെങ്കിൽ ഏത് നിമിഷവും നിന്നെ വേണ്ടെന്ന് വെച്ച് പോകാൻ പറ്റും. പെണ്ണല്ലേ, നിയമത്തിന്റെ ആനുകൂല്യം കൂടുതൽ കിട്ടുകയും ചെയ്യും. അവള് നിന്നെ വേണ്ടെന്ന് വെച്ചാലും ഞങ്ങൾക്ക് നിന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അതുകൊണ്ട് സങ്കടം ഉള്ളിലൊതുക്കി അവളെ സഹിക്കായിരുന്നു ഞങ്ങളിവിടെ. ഇന്ത്യ വരത്തിലെ മനുഷ്യരെ പട്ടിക്ക് സമമല്ലാതാക്കി കളഞ്ഞു അവള്. അവള് ഞങ്ങളോട് പറയുന്നതും ചെയ്യുന്നതും വിചാരിച്ച സത്യം പറഞ്ഞ കരഞ്ഞു പോകും ഞാനിവിടെ വെച്ച് അത് വേണ്ട. എന്തായാലും ആദ്യം നീ പോ, എന്നിട്ട് അവള് ശരിക്കും ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുമോ നോക്ക്. ഞങ്ങൾ പിന്നാലെ വന്നോളാം. മോൻ ചെല്ല്. ശരി. ചേച്ചിയുടെ ആക്ടിങ് സൂപ്പർ. സെന്റിമെന്റ്സ് നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് അജിയുടെ മുഖം കണ്ടാൽ അറിയാം. ഞാൻ പോയി അവനെ എയർപോർട്ടിലാക്കിയിട്ട് വരാം.